നമുക്ക് ഒറ്റപ്പെടൽ തോന്നുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് വരുന്നത് എപ്പോഴാണ്? നമുക്ക് പ്രത്യേകിച്ചൊന്നും ലൈഫിൽ ചെയ്യാനില്ലാതെ വരുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ലൈഫിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഉണ്ടാകാതിരുന്നത്? അതായത് നമ്മൾ ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ടായിരിക്കില്ല ജീവിച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ടായിരിക്കും. വേറൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവരൊക്കെ ജീവിച്ചിട്ടുണ്ടാവുന്നത്. പക്ഷേ ഒരു പർട്ടിക്കുലർ ടൈമിൽ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അവർക്ക് നമ്മളെ ആവശ്യം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർ വേറെ കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആളുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജോലി റിസൈൻ ചെയ്യാറുണ്ട്. ഉദാഹരണം പക്ഷെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ എന്നെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ പല ആളുകളും കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും ചെയ്യാതെ കുട്ടികളെ നോക്കുക, ഭർത്താവിനെ നോക്കുക, ഇതായിരിക്കും അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത്. ഇത് മോശപ്പെട്ടൊരു ജോലിയൊന്നുമല്ല, ഇത് വളരെ നല്ലൊരു ജോലിയാണ്. ഇനി കുട്ടികളെ നോക്കുന്ന കാര്യത്തിലോട്ട് വാ. കുട്ടികൾക്ക് ചെറുപ്പത്തിലെ അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ, അല്ലെങ്കിൽ അവർക്ക് സ്വന്തം കാര്യം നോക്കാൻ അവർ ഏബിൾ അല്ലാത്ത കാലം വരെ അവർക്ക് അമ്മമാരെ ആവശ്യമാണ്. എന്നാൽ ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഫ്രണ്ട്സ്, അവർക്ക് അവരുടേതായ ഒരു ലോകം ഉണ്ടാകുമ്പോൾ അന്നേരം നമ്മൾ അവരുടെ പുറകെ വാ, ഞാൻ നോക്കാം, ഞാനല്ല ഇത്രയും കാലം നോക്കിയത്, ഞാൻ നോക്കാമെന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യമായിരിക്കും. കാരണം അവർക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാവുന്നില്ല, അവർക്കൊരു ഫ്രീഡം ഇല്ല, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഭാരം പോലെയായിരിക്കും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ പറ്റി കഴിയുമ്പോൾ നമ്മളൊരു വടിയും കുത്തിപ്പിടിച്ചിട്ടൊക്കെ നടക്കും. അപ്പോൾ നമുക്ക് വടി ആവശ്യമാണ്. പക്ഷെ നമ്മൾ കാലൊക്കെ ശരിയായി കഴിയുന്ന സമയത്ത് നമുക്ക് ഈ വടി ആവശ്യമില്ല, അതൊരു ഭാരമാണ്, നമ്മൾ വലിച്ചെറിഞ്ഞ് കളയും. പിന്നെയും വടിയും പിടിച്ചുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ ഈ വടി നമുക്ക് ഭാരം പോലെയാണ്. അതുപോലെ ചില ആളുകൾക്ക് ഒറ്റപ്പെടലുകൾ ഉണ്ടായിരിക്കാം. അതായത് അവരവർക്ക് വേണ്ടി ജീവിക്കാതെ വേറെ ആർക്കോ വേണ്ടി ജീവിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ ആവശ്യം കഴിയുമ്പോൾ ഇവർക്ക് ഒറ്റപ്പെടലുകൾ വരും. അപ്പോൾ അതിന് കാരണക്കാർ ആരാണ്? അവർ തന്നെയാണ് കാരണക്കാർ. കാരണം അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. കാരണം ഇന്നത്തെ ഈ ഒരു നിമിഷമാണ് അവർ നോക്കുന്നത്. ഇപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു സാധനം വെച്ചിട്ടായിരിക്കും അവരൊരു കാര്യം. ഞാനിപ്പോൾ ഈ കുട്ടികളെ നോക്കുന്നത് മോശമാണെന്നോ അങ്ങനത്തെ ഒരു സാധനമല്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. കുട്ടികളെയൊക്കെ നോക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ച് നാൾ കുട്ടികളെ നോക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെടലും നെഗറ്റീവ് തോട്ട്സും എനിക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റപ്പെടലും നെഗറ്റീവ് തോട്ട്സും ഇപ്പം എന്നെ ഒന്നിനെയും കൊള്ളില്ല, ഞാൻ അത്ര പോരാ, എനിക്ക് വലിയ കഴിവില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ചെയ്യേണ്ടതായ സമയത്ത് നമ്മൾ ചിലപ്പോൾ മടി പിടിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം. അന്നേരം നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് പറ്റൂലായിരിക്കാം. നമുക്ക്